ശ്രീ സന്ദീപ് വാര്യർ ഇത്തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള വിമർശനത്തിനും അല്ലെങ്കിൽ ഈ സുപ്രഭാതത്തിൽ വന്ന ലേഖനത്തിനും പിന്നിലെന്ന് നേരത്തെ ഹിന്ദു ഐക്യവേദി പ്രതിനിധി RV ബാബു പറയുകയുണ്ടായി. അതിൽ തന്നെയല്ലേ നമ്മൾ നോക്കിക്കാണേണ്ടത്? ബഹുമാനായിട്ടുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഓരോ വാക്കും അത് വളരെ കൃത്യതയുള്ളതും ഇന്നത്തെ കേരളത്തിന്റെ പരിച്ഛേദം അവതരിപ്പിക്കുന്നതുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോ എന്തിനാണ് കേരളത്തിലെ LDFും UDFും ഇത്ര ആശങ്കപ്പെടുന്നത്? ഈ രണ്ട് മുന്നണികളും കാലങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ കുറിച്ച് തുറന്നു സംസാരിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നത് വാസ്തവത്തിൽ ഈ സത്യം ആരെങ്കിലും ഒക്കെ ഉറക്കെ വിളിച്ചു പറയണ്ടേ? ആ ദൗത്യം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ സത്യം തുറന്നു പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ആസൂത്രിതമായ പരിശ്രമം നടക്കുകയാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിലെ അതിന്റെ വസ്തുത, അതിന്റെ മെറിറ്റിൽ അത് ചർച്ച ചെയ്യാതെ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സത്യത്തെ തിരസ്കരിക്കാനും മൂടിവെക്കാനുമാണ് ഇവിടുത്തെ മതപ്രമാണിമാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇവിടുത്തെ LDFും UDFും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മതപ്രീണന നയം തന്നെയാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഹിന്ദു വിഭാഗത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും ഈ രണ്ട് മുന്നണികളിൽ നിന്ന് അകറ്റിയതും BJPയുമായി അടുപ്പിച്ചെന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ള വലിയ തിരിച്ചടി, ആ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ള ഷോക്കിലാണ് ഇപ്പൊ LDFും അതുപോലെ തന്നെ UDFും ഉള്ളത്. BJP വിജയിച്ചു വരുന്നു, BJPക്ക് അനുകൂലമായി ഒരു വികാരം രൂപപ്പെടുന്നു എന്നത് സംബന്ധിച്ച വലിയൊരു ആശങ്ക ഇവരിലുണ്ട്. ആ ആശങ്ക അങ്ങനെ BJPക്ക് അനുകൂലമായി ഇത്തരം സാഹചര്യം രൂപപ്പെടുന്നതിലേക്ക് വഴിവെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവർ തന്നെ പിന്തുടരുന്ന മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് എന്ന സത്യമാണ് വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ആ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഹിന്ദു നേതാവിന് നേരെ ആക്രമിക്കാനും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുമാണ് ഇവിടുത്തെ സാമുദായിക ശക്തികൾ ശ്രമിക്കുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാൻ ആരും തയ്യാറല്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കും.